ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കത്തിരിക്ക മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് കത്തിരിക്ക ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കത്തിരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ മോരിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഈ കത്തിരിക്ക നന്നായിട്ട് അങ്ങ് കുക്കാവട്ടെ. പെട്ടെന്ന് തന്നെ കത്തിരിക്ക കുക്കായി കിട്ടും. തീ മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം അടച്ചു വെച്ച് നമുക്ക് ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. കത്തിരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മോരൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇവിടെ 1.25 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കത്തിരിക്കയിലേക്കും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നോക്കി ഉപ്പിടുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ മോര് സൂക്ഷിച്ച പാത്രത്തിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കളറ്. ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. ഇത് മോരുകറിയാണ്, പുളിശ്ശേരി അല്ല. സോ ഇതിന്റെ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കത്തിരിക്ക നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഒന്നില്ലെങ്കിൽ തീ ഓഫ് ചെയ്തിടുക. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ മോര് അങ്ങ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മോര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാകും. അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പൊ ഒന്നില്ലെങ്കിൽ തീ ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ തീയിൽ വെക്കുക. ഞാനിപ്പോ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് ഇതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മോര് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാകും. ഇത് തിളക്കരുത്. അപ്പൊ നമ്മുടെ കത്തിരിക്ക മോരുകറി ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ കറിയാണ്. തേങ്ങയൊന്നും അരച്ച് ചേർക്കണ്ട. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് കാണുവാനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.